നമ്മളുടെ ഇപ്പം വെസ്റ്റേൺ വേൾഡിലും ഇപ്പം ജനറലി ഒരു പ്രോട്ടോകോൾ പ്രകാരം നമ്മളിപ്പം പറയുന്നത് അപ്പം വെസ്റ്റേൺകാരുടെ കാര്യത്തിലാണ് പ്രത്യേകിച്ചത് 6 മാസം കൂടുമ്പം ഒന്ന് പേഴ്സൺ നോക്കുക, ഒരു 2-3 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടെ ബയോപ്സി ചെയ്യുക. ഇതാണ് അവിടെ പറയുന്നത്. അതെല്ലാം ഈ ഇൻഷുറൻസ് ഷെഡ്യൂൾഡ് ചെക്കപ്പുകൾക്കാണ്. പക്ഷെ ഐഡിയലി അങ്ങനെയല്ല. ഞാനിപ്പം എൻ്റെ അടുത്ത് ഞാൻ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്യാൻസർ പേഷ്യൻസിൽ ഏറ്റവും കൂടുതൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പേഷ്യൻസ് ആണ് വരാറുള്ളത്. ഇങ്ങനെ ഡിഫറെൻറ്റ് ലെവലിൽ, അതായത് PSA കൂടിയിട്ട് മാത്രം PSA കൂടുതലാണ് ബയോപ്സി വേണമെന്ന് പറയുന്നവർ ബയോപ്സിക്ക് മുമ്പ് വരുന്നുണ്ട്, ബയോപ്സി കഴിഞ്ഞിട്ട് അതിൽ പോസിറ്റീവോ ആയിട്ടുള്ളവർ വരുന്നുണ്ട്. നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസ്റ്റെക്ടമി പറഞ്ഞു, അങ്ങനെയുള്ളവർ ഈവൻ 4th സ്റ്റേജിൽ കംപ്ലീറ്റ് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള വന്നിട്ടുണ്ട്, അങ്ങനെയുള്ളവരും വരാറുണ്ട്. അപ്പം ഇതിലെല്ലാം പേരിലും നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ക്ലിനിക്കൽ സപ്പോർട്ടോടുകൂടിയുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പം എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്നുള്ളത്. ഇപ്പം ഒരു PSA ഒരു 10 താഴെയുള്ളവരാണെങ്കിൽ മിക്കവാറും 2-3 മാസത്തിനുള്ളിൽ അവർ നോർമലായിട്ടുണ്ടാവും. PSA നോർമലിലേക്ക് പോരും, പ്രോസ്റ്റേറ്റിൻ്റെ സൈസ് കുറഞ്ഞു വരും, പിന്നെ അവർക്ക് അതിൻ്റെ കൂടെ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ആർത്രൈറ്റിസോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതും അതിൻ്റെ ഒപ്പം തന്നെ കറക്റ്റായിട്ടുണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ 4th സ്റ്റേജ് ഒക്കെ ആണെന്നുള്ള 4th സ്റ്റേജുള്ള പേഷ്യൻസും ഉണ്ട്. 4th സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് അത്ര 2-3 മാസം കൊണ്ടൊന്നും അത് തിരിച്ച് കംപ്ലീറ്റ് നോർമലിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല, അങ്ങനെ കാണാറുമില്ല. 3 മാസം കഴിഞ്ഞ് കഴിയുമ്പം കൂടുതൽ അഗ്രസീവ് ഉള്ളവർ നമ്മൾ എല്ലാവരുടെയും അടുത്തും ഒരു റിപ്പീറ്റ് പെറ്റ് സ്കാനും കൂടെ ആണ് എടുപ്പിക്കുക. പക്ഷേ ഈ പ്രോസ്റ്റേറ്റിൻ്റെ സൈസ് അറിയാൻ വേണ്ടിയിട്ട് എവരി മന്ത് നമുക്ക് അൾട്രാസൗണ്ട് സ്കാൻ എടുക്കാം. പക്ഷേ പെറ്റ് സ്കാനൊക്കെ കുറച്ച് റേഡിയേഷൻ റിസ്ക്കും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ 3 മാസം കൂടുമ്പോഴാണ്. ഇപ്പോൾ 3 മാസം കൂടുമ്പം ഇപ്പോഴും ഒരു പേഷ്യൻ്റ് നല്ല ക്ലിയർലി അതിനകത്ത് കുറവ് വന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിനാണെങ്കിൽ ബ്ലാഡറിലേക്ക് ഇൻവേഷൻ ഉണ്ടായിരുന്നു, വലിയ സൈസായിരുന്നു, ലിംഫ് നോഡ്സ് ഉണ്ടായിരുന്നു, ബോണിലും ഉണ്ടായിരുന്നു. ബോണിലും എല്ലാത്തിലും, ബോണിലെ ഇതിൻ്റെ ആണെങ്കിലും മെറ്റാസ്റ്റേസിൻ്റെ സൈസ് കുറഞ്ഞു, ലിംഫ് നോഡ്സിൻ്റെ സൈസ് കുറഞ്ഞു, പ്രോസ്റ്റേറ്റിൻ്റെ സൈസ് കുറഞ്ഞു. അദ്ദേഹത്തിന് പെയിനും ഉണ്ടായിരുന്നത് മൂത്രം ഒഴിക്കുമ്പോൾ വേദനയും എപ്പോഴും പോകണമെന്നല്ല. അപ്പോൾ യൂറിനറി സിംറ്റംസ് എല്ലാം മാറി. യൂറിനറി സിംറ്റംസ് ഒക്കെ 1 മാസം കൊണ്ട് തന്നെ മാറി. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.